ഹലോ, എല്ലാവർക്കും എൻ്റെ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. എൻ്റെ ഫസ്റ്റ് വ്ളോഗാട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് എടുക്കാൻ അറിയാത്ത കാരണം തന്നെ റാൻഡം ആയിട്ടുള്ള കുറെ വീഡിയോസ് ഒക്കെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക കേട്ടോ ഇതില്. പക്ഷെ ഞാൻ പോയ വഴികളും കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. ഇത് ഞങ്ങൾ കൊച്ചിയിലേക്കാണ് പോകുന്നത്. ഞങ്ങളെന്ന് പറയുമ്പോൾ എൻ്റെ കസിൻസും എൻ്റെ കസിൻ സിസ്റ്ററിന്റെ മക്കളും പിന്നെ അമ്മായും കൂടി ഉണ്ട് കേട്ടോ. ഞങ്ങൾ 6 പേര് കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നായിരുന്നു, തൃശ്ശൂരിൽ നിന്നായിരുന്നു. പക്ഷെ ഞങ്ങൾ എല്ലാവരും മീറ്റ് ചെയ്തത് ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റാൻഡിലാട്ടോ. അങ്ങനെ ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങള് പ്രൈവറ്റ് ബസ്സിലാണ് ഞങ്ങള് ചാലക്കുടിയിലേക്കാണ് കേട്ടോ പോകുന്നത്. യെസ്, ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ചാലക്കുടിയാണ് കേട്ടോ. ചാലക്കുടിയിൽ എത്തി ഞങ്ങള്. ഇനി ചാലക്കുടിയിൽ നിന്ന് ഞങ്ങൾക്ക് അങ്കമാലിയിലേക്കാണ് പോകാനുള്ളത്. അപ്പൊ നമുക്ക് KSRTC ബസ് കയറിയിട്ട് വേണം പോവാൻ. അപ്പൊ ഞങ്ങൾ KSRTC ബസ് ഒക്കെ കിട്ടി. ഞങ്ങളെല്ലാവരും ഇരുന്നു, സീറ്റൊക്കെ കിട്ടി കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരുന്ന് ഭയങ്കര കത്തിവെക്കലായിരുന്നു. ഓരോ കാര്യങ്ങൾ കത്തി പറഞ്ഞ് ചിരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് സമയം നമ്മൾ എടുത്തത് അറിഞ്ഞില്ല കേട്ടോ. സത്യം പറഞ്ഞ അങ്കമാലിക്ക് ദൂരം ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും അറിഞ്ഞില്ല. പിന്നെ KSRTC പോകുമ്പോൾ അതൊരു വൈബാണല്ലോ. ഇതിന്റെ വൈബ് ഞാൻ ഇതിന്റെ ലാസ്റ്റ് ആകുമ്പോൾ പറയാം. KSRTC ബസ്സിന്റെ ഒരു വൈബ് ഞാൻ പിന്നീട് പറയാം. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ പോകാനൊക്കെ. അത് പക്ഷെ നമുക്ക് ഈ ഒരു സീറ്റൊക്കെ നമുക്ക് ഇവിടെ കിട്ടണം. ഞങ്ങൾക്കൊരു ഫസ്റ്റ് ഒരു സെന്റർ പോർഷനൊക്കെ ആയിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്, ഒരു ഫ്രണ്ടിലൊക്കെ ആയിട്ടാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് യാത്ര സുഖമായിരുന്നു പോകുമ്പോ കേട്ടോ. ഓക്കെ, അങ്ങനെ ഞങ്ങള് അങ്കമാലിയിലേക്കുള്ള വഴി ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ടു. ഞാൻ ആക്ച്വലി ഇത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കൊച്ചിയിലേക്ക് ഇങ്ങനെ ട്രിപ്പ് പോകുന്നത് തന്നെ. അപ്പൊ പിന്നെ അതുകൊണ്ട് ഞാൻ ഈ തൃശ്ശൂർ എന്നെ കറങ്ങലിനുള്ളൂ, ഇങ്ങനെ പോലൊക്കെ കുറവാണ്. അതേ ഇപ്പൊ കസിൻസ് ഒക്കെ വിളിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പോയതാണ് അങ്ങനെ. പക്ഷെ നല്ല രസമുള്ള ഒരു വൈബായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടമായ ഒരു കാര്യമാണ്. പിന്നെ ഞങ്ങൾ എല്ലാവരും പോവാറുള്ളതൊക്കെ തന്നെയാണ് പണ്ടൊക്കെ. ഇപ്പോഴാണ് പിന്നെ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എയർപോർട്ടൊക്കെ കണ്ടു. അപ്പൊ എയർപോർട്ടിലേക്ക് പോണ വഴിക്ക് എനിക്ക് ചേച്ചി കസിനൊക്കെ കൂടി പറഞ്ഞു തരായിരുന്നു. എല്ലാവരും കൂടി ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ ഇവിടെ അതാണ്, ഇവിടെയാണ് ഇത്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവുക തന്നെയായിരുന്നു. പിന്നെ ചേച്ചിയുടെ മോളുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞാൻ പെട്ടെന്ന് കുട്ടികളായിട്ട് ഇങ്ങനെ കമ്പനി ആവണ കാരണം, അവളുള്ള കാരണം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. സത്യം പറഞ്ഞാൽ അവളുടെ ഒപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞും ഞങ്ങൾ ഫുള്ളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുക തന്നെയായിരുന്നു. അങ്ങനെ അത് രസമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഈ പാലൊക്കെ എത്തി ഇങ്ങനെ കഴിഞ്ഞു പോയി. എനിക്ക് ആക്ച്വലി ഈ സ്ഥലങ്ങളൊന്നും അറിയില്ല കേട്ടോ. ഇപ്പൊ ഇത് ഞാൻ വോയിസ് ഓവർ ചെയ്യണത് തന്നെ എൻ്റെ കസിനിക്ക് പറഞ്ഞു തന്നു. അവളോട് ഞാൻ ചോദിച്ചിട്ടാണ് അവൾ എനിക്ക് നമ്മൾ എവിടേക്കൊക്കെ പോയത് എനിക്ക് ലിസ്റ്റ് ഇട്ട് തന്നു വാട്സപ്പിൽ. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഫൈനലി അങ്കമാലിയൊക്കെ എത്തിയിട്ടോ. അങ്കമാലി എത്തിയിട്ട് ഞങ്ങൾ ഇനി മെട്രോ കയറാൻ പോകുന്നത്, മെട്രോയിൽ കയറാൻ പോകുന്നത്. അപ്പൊ അവിടെ പോയിട്ട് ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങള് മെട്രോ പിടിച്ചു. യെസ്, അപ്പൊ മെട്രോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എന്താ പറയാ, എന്തൊരു ഈസി ആക്കിയാലും ഇപ്പൊ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലുലുവിലൊക്കെ പോവാം. അപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് ഞങ്ങൾ പോകാൻ പോകുന്നത് ലുലുവിലേക്കാട്ടോ. അപ്പൊ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ എടുക്കലായിരുന്നു. ഞാൻ വീഡിയോ എടുക്കലായിരുന്നു. എല്ലാവരും ഇങ്ങനെ സ്റ്റെയർ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായി കുട്ടി ആദ്യമായിട്ടാണോ കയറുന്നത്, അങ്ങനെയൊക്കെ ഉള്ള ഒരു മട്ടിൽ നോക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും മുഖത്ത് വെക്കും. അപ്പൊ നമ്മളപ്പോൾ എടുത്ത് വെക്കും. അങ്ങനെ കുറച്ച് ക്ലിപ്പൊക്കെ എനിക്ക് കിട്ടിയുള്ളൂ. അപ്പൊ അതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തു കേട്ടോ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതിൽ കയറണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങള് ഓരോന്നിങ്ങനെ പറഞ്ഞുതരായിരുന്നു. അവർ ഓരോ ജംഗ്ഷൻ എത്തുമ്പോഴൊക്കെ എനിക്ക് കസിൻസ് അവരൊക്കെ മുന്നിൽ കയറിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് ആ ഇതൊക്കെ അറിയാം. അപ്പൊ അവരിങ്ങനെ പറയായിരുന്നു. അങ്ങനെ ഞങ്ങള് ലുലുവിൽ എത്തിയിട്ടോ. ലുലുവിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഏരിയയിലേക്കൊന്നും വരാറില്ല. ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ ഒരു ഹോസ്പിറ്റൽ ആ ഭാഗത്തേക്ക് വന്നതാണ്. പിന്നെ അതിനുശേഷം ഞാൻ വന്നിട്ടില്ല. ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ വന്നിട്ടൊന്നുമില്ല. എന്നാലും ഞാൻ ഈ ഭാഗത്തേക്ക് ഒട്ടും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ലുലു എത്തിയപ്പം ഞാനിങ്ങനെ നോക്കിയായിരുന്നു. ഭയങ്കര രസമുണ്ട് ഈ ലുലു എന്ന് ആൾക്കാർ പറയുമ്പോൾ അതെന്താണെന്ന്, അതിന്റെ വൈബ് എന്താണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഇതാട്ടോ ചേച്ചിയുടെ മോൻ നിന്നൻ എന്നാണ് ഞങ്ങൾ വിളിക്കുക. നിരഞ്ജൻ എന്നാണ് പേര്, നിന്നൻ എന്നാണ് ഞങ്ങൾ വിളിക്കുക. ചെറുപ്പത്തിലേ അങ്ങനെ വിളിച്ചിട്ട് അത് ശീലമായി ഞങ്ങൾക്ക്. അപ്പൊ അവനെ ഇങ്ങനെ വിളിച്ച് ഞങ്ങൾ അവന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നതായിരുന്നു കേട്ടോ. എനിക്കിഷ്ടമാണ് അങ്ങനെ കുട്ടികളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് നടക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളായത് കൊണ്ട് തന്നെ ഞാൻ എല്ലാവരും മാക്സിമം ബുദ്ധിമുട്ടിച്ചിട്ടോ. പിന്നെ നമ്മളെ കസിൻസ് അല്ലേ, അപ്പൊ പിന്നെ എന്തായാലും നമ്മള് ഇറിറ്റേറ്റ് ചെയ്യാനും ഒക്കെ നിൽക്കും നമ്മള്. അങ്ങനെ ഞങ്ങള് ഫുഡ് കഴിക്കും. ഫസ്റ്റ് ഞങ്ങളുടെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കലായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് ഇങ്ങനെ ഞങ്ങൾ അവിടെ കറങ്ങി ഇങ്ങനെ നടക്കാണ്. പിന്നെ കറങ്ങി നടക്കാന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റോറിൽ കയറും, മേക്കപ്പ് പ്രൊഡക്റ്റുകൾ തപ്പിപ്പിടിക്കുക. അതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും ആദ്യം. എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഒക്കെ ഷെയ്ഡൊക്കെ മങ്ങിപ്പോണ്ടിരുന്നു, ലിപ്സ്റ്റിക് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ലിപ്സ്റ്റിക് ഒക്കെ രണ്ടാമതൊന്ന് ഇടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയൊക്കെ ഞങ്ങൾ അങ്ങനെ അവിടെയൊക്കെ കയറി വേർപ്പിച്ച് അങ്ങനെ ഞാൻ പോന്നു. കൂടുതലൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ അത്രയൊന്നും പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ മെട്രോ പിടിച്ച് വരാണ്. ലുലുന്ന് ഞങ്ങൾ ഇനി എറണാകുളം ജംഗ്ഷനിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ ട്രെയിൻ വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ. അങ്ങനെ വന്നു, പതുക്കെ അങ്ങനെ വന്നു ഞങ്ങൾ അതിന് കയറാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു.
നോക്കണം എവിടെ നിൽക്കണം ഇതൊക്കെ. അങ്ങനെ എനിക്ക് ഒക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഞങ്ങൾ ഇനി ലുലുന്ന് എറണാകുളം ജംഗ്ഷനിലേക്ക് പോവാണ്. അവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് ഇനി എറണാകുളം ജംഗ്ഷനിൽ എത്തി കഴിഞ്ഞാൽ ഹൈക്കോർട്ടിലേക്ക് പോകണം. ഹൈക്കോർട്ട് വാട്ടർ മെട്രോ ആണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങൾ ഓട്ടോ വിളിച്ച് ഞങ്ങൾ ഇങ്ങനെ പോവാണ് ഹൈക്കോർട്ട് വാട്ടർ മെട്രോന്റെ അടുത്തേക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത പോലെ ഇരിക്കണം. എന്റെ 2 കസിൻസ് ആയിരുന്നു ഇതിനെ കൊണ്ടുപോകുന്ന സാരഥികൾ ഇവരായിരുന്നു. ഞാൻ പിന്നാലെ പോകുന്നു എന്ന് മാത്രമാണ്. അവിടേക്ക് വഴിതെറ്റി കഴിഞ്ഞാൽ എനിക്ക് വലിയ അറിവൊന്നും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വാട്ടർ മെട്രോ എത്തി എന്ന് പറയാണ്. അപ്പോ നിങ്ങൾ ആ വഴിയിലൊക്കെ പോകുന്നത് ഇങ്ങനെ കുറെ ഇപ്പൊ ഈ സത്യം പറഞ്ഞ ഇതിൽ ഇതൊക്കെ തന്നെയാണ് ഞാൻ കൂടുതൽ എടുത്തേക്കുന്നത്. പക്ഷെ വന്ന് കുറച്ച് നേരം കഴിയുമ്പോഴാണ് ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് വാട്ടർ മെട്രോന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ ഞങ്ങളെ വന്ന് ഫസ്റ്റ് തന്നെ വെള്ളമൊക്കെ ഒന്ന് കുടിച്ചു കിട്ടും. ഭയങ്കരമായിട്ട് ക്ഷീണിച്ച പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ എത്തിയപ്പോഴാണ് എൻ്റെ ഈശ്വര ഇവിടുത്തെ കടക്കാരൊക്കെ ഭയങ്കര എന്താ പറയാ നമ്മളിങ്ങനെ വിളിക്കായിരുന്നു ഇങ്ങനെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തോ സർബത്തോ എന്തോ ജ്യൂസൊക്കെ കൊടുക്കണ്ടായിരുന്നു. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവരിങ്ങനെ വിളിക്കണാണ്ടപ്പോ ഞാൻ പേടിച്ചു സത്യം പറഞ്ഞാൽ. എന്താണ് അവിടെ എന്താ സംഭവിച്ചത്? അവരവരുടെ കടയിലേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്കൊക്കെ ഇടുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിന്നൊക്കെ ഒരു കമന്റ് അടിച്ച് ഞാൻ പോയി. അങ്ങനെ അവര് ഭയങ്കര ബംഗാളീസ് ആയിരുന്നു കേട്ടോ. അവര് പാവങ്ങളായിരുന്നു അവര്. പക്ഷെ അവിടെ നിന്നൊന്നും കഴിച്ചില്ല കേട്ടോ ഞങ്ങളങ്ങനെ. അങ്ങനെ ഞാൻ വാട്ടർ മെട്രോന്റെ അവിടേക്ക് എത്തിട്ടോ. നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷെ വെയിലൊന്നും ഞങ്ങൾക്ക് ഇവിടെ പ്രശ്നമല്ലായിരുന്നു. കാരണം വാട്ടർ മെട്രോയിൽ കയറാന്നുള്ളത് ഒരു എക്സൈറ്റ്മെന്റ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ കയ്യില്. അങ്ങനെ അതെ വാട്ടർ മെട്രോ കയറാൻ വേണ്ടിയിട്ട് ഞങ്ങള് ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങള് അവിടെ ഇരുന്നു. ലാസ്റ്റ് ഞങ്ങൾ കയറി. എനിക്ക് സത്യം പറയാലോ എനിക്ക് വെള്ളം കുറെ കണ്ടു കഴിഞ്ഞാൽ പേടിയാണ്. അതെനിക്ക് എന്താണെന്നറിയില്ല, അതൊരു ചെറിയൊരു ഫോബിയ എനിക്കുണ്ട് അങ്ങനെ. അപ്പൊ എന്നോട് എൻ്റെ കസിൻസ് ഒക്കെ പറയായിരുന്നു നമുക്ക് പേടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഞാനങ്ങനെ കയറി. എത്രയൊക്കെ പറഞ്ഞാലും നമ്മള് ആ ഒരു നടുക്കടയിലേക്ക് പോകുമ്പോഴൊരു പേടി. പക്ഷെ കസിൻസ് ഉള്ള കാരണമാണെന്ന് അറിയില്ല, ഞാനതൊന്നും അറിഞ്ഞില്ല. ഞാൻ എന്നിട്ട് അതിന്റെ വിൻഡോ സീറ്റ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പറയായിരുന്നു ഞാൻ വെള്ളത്തിലേക്ക് കുറച്ചു നേരം നോക്കിയിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ പോവായിരുന്നു. പിന്നെ ഫോട്ടോ എടുക്കൽ വീഡിയോസ് എടുക്കലായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു എപ്പോഴും അതിശയം തന്നെയാട്ടോ കടല്. എന്താലേ ഭയങ്കര ഒരു തന്നെയാലോ. ഞാനിങ്ങനെ വെള്ളത്തിലേക്ക് കുറെ നേരം നോക്കിയിരിക്കലും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എന്താ പറയാ ഓരോ ബോട്ട് അങ്ങോട്ട് പോകണ്ടായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മള് ഇങ്ങനെ കുറെ നേരം നോക്കായിരുന്നു. എനിക്ക് ഈ സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതിശയം തന്നെയല്ലേ. കടൽ എന്ന് പറയുന്നത് ഒരു അതിശയം തന്നെയാണ്. പിന്നെ ഇവിടേക്ക് അടുത്തൊക്കെ കുറെ നമുക്ക് മറൈൻ ഡ്രൈവും കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ ഭാഗത്തൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല ഇതൊന്നും. പക്ഷെ ചേച്ചിയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് വില്ലിംഗ്ടൺ ഐലൻഡിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതൊരു 10-15 മിനിറ്റ് എടുത്തു തോന്നുന്നുണ്ടല്ലേ. അങ്ങനെ ആ ഒരു ഇതിൽ പോണത് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും പോവാത്തവരാണെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തോളൂ കേട്ടോ. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ കുറെ നേരം ഇങ്ങനെ വിദൂരതയിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എനിക്ക് ഈ വാട്ടർ മെട്രോന്റെ ഉള്ളിൽ ആ ഒരു ബോട്ടും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതല്ലേ ഭയങ്കര ഇതൊക്കെ കണ്ടുപിടിച്ച ആൾക്കാരൊക്കെ സമ്മതിക്കണം അല്ലേ. ഇതിന്റെ ഉള്ളിലൊക്കെ AC ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. പിന്നെ ഞങ്ങൾ പോണതിന്റെ ഇടയിൽ ഒരു ഹെലികോപ്റ്റർ ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ചുമ്മാ എടുത്തതാണ്. എനിക്ക് എന്തെങ്കിലും ഇഷ്ടമായിട്ടോ. പിന്നെ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ പോണ സമയത്ത് ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ മനസ്സിൽ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ഇതെന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനത്തെ ഒരു നെഗറ്റീവ് തോട്ട്സ് ഇതിന്റെ ഇടയിൽ വരുന്നുണ്ടായിരുന്നു. പക്ഷെ അതെന്തോ ഞങ്ങളൊക്കെ ചിരിച്ചൊക്കെയാണ് ഞങ്ങൾ അതിനെ കുറിച്ച് സംസാരിച്ചത്. പിന്നെ നമ്മള് എന്ത് കാര്യം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നെഗറ്റീവ് അടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പറഞ്ഞ പോലെ പേടിയുള്ള കാര്യങ്ങൾ ചെയ്ത് തന്നെ നമ്മളത് മാറ്റിയെടുക്കണം. അങ്ങനെ ചെയ്തെടുത്ത ഒരു കാര്യം കേട്ടോ അത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ ഒരു വാട്ടർ മെട്രോയിൽ കയറിയത്. എനിക്ക് ഇനിയും വരണം എന്നൊരു ആഗ്രഹം ഉണ്ട് കേട്ടോ. എന്ത് രസമല്ല ഇത് കൂടെ അങ്ങനെ ഓരോരോ പക്ഷികൾ ഇങ്ങനെ പറന്നു പോകുന്നതൊക്കെ കാണാൻ എന്ത് രസമാണ് സത്യം പറഞ്ഞാൽ. ശരിക്കും ഞാൻ എൻജോയ് ചെയ്തു കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുക, പക്ഷെ നമ്മളിങ്ങനെ ഒരു പീസ് ഓഫ് മൈൻഡ് അതാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇവിടെ ഇരുന്നപ്പോൾ. പിന്നെ ഞങ്ങളുടെ സംസാരം കേട്ടിട്ട് ബാക്കിയുള്ളവരുടെ പീസ് ഓഫ് മൈൻഡ് എനിക്ക് പോയോ എന്ന് അറിയില്ല കേട്ടോ. ഞങ്ങൾ അത്ര അധികം സംസാരിച്ചുകൊണ്ട് ഇരിക്കേണ്ടിരുന്നത്. നിങ്ങൾക്ക് അറിയാലോ കസിൻസ് എല്ലാവരും കൂടി കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങനെ കുണു ഇങ്ങനെ പറഞ്ഞിരിക്കും. അതായിരുന്നു ഞങ്ങളും ചെയ്തത്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങള് വില്ലിംഗ്ടൺ ഐലൻഡിലെത്തിട്ടോ. അത് പിന്നെ പറയണ്ട, എൻ്റെ അടുത്തേക്ക് ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. കണ്ടില്ലേ ഞാൻ കുറേ ഇതന്നെ എടുത്തു. എനിക്ക് വെള്ളം കണ്ടിട്ട് മതിയാവാത്ത പോലെ ഒരു ഫീല് തോന്നി. അങ്ങനെ ഞങ്ങൾ ഫൈനലി എത്തി. ഇതൊരു ഐലൻഡാണ് പറയുന്നത്. പിന്നെ അവിടെ കുറേ നേരം ഇതാണ് കേട്ടോ
അവിടെ സത്യം പറഞ്ഞ് കാണാൻ എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ അവിടുത്തെ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ, ആ ഒരു കടലിന്റെ ഉള്ളിൽ ആ ഒരു ഭാഗത്ത് നിൽക്കുക എന്ന് പറയുന്നതൊക്കെ നമുക്കൊരു ഒരു ഒരു സന്തോഷമാണ്. അത് ഞങ്ങൾ ഇതന്നെ പറയേണ്ടത്, പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. ഇതുപോലെ കുറെ വെള്ളമുണ്ട്, അതന്നെ നമുക്ക് കാണാനുള്ളൂ. പക്ഷെ ഞാൻ കുറെ ഫോട്ടോസും വീഡിയോസ് എടുക്കലെന്നെയായിരുന്നു കേട്ടോ. നല്ല കാറ്റായിരുന്നു, നല്ല തണുത്ത കാറ്റ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു കാറ്റൊക്കെയാണ് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിയത്. വെയിലുണ്ടെങ്കിലും അത് നല്ലൊരു കാറ്റ്. നിങ്ങൾക്ക് എന്റെ മുടി പറക്ക് വേണ്ടേ, പിന്നെ മുടിയുടെ കാര്യമൊന്നും പറയേ വേണ്ട, മുടിയൊക്കെ ചപ്പറപ്പറയായിട്ടേ ഇരിക്കണ്ടായിരുന്നു. അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്തേക്കൂട്ടാ. ഇവിടെ നിങ്ങൾ സീനറീസ് മാത്രം കണ്ടാൽ മതി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റിട്ടേൺ വരാട്ടാ. ഞങ്ങൾ വീണ്ടും ഹൈക്കോർട്ട് വാട്ടർ മെട്രോന്റെ അവിടേക്ക് പോവാണ് റിട്ടേൺ. ഞങ്ങൾ വീണ്ടും മെട്രോ പിടിച്ചു. ഞങ്ങൾക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി, വരുമ്പോൾ ഞങ്ങൾക്ക് സീറ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളിതും പിടിച്ചിരിക്കുക. എനിക്കിതിന്റെ ഒരു സ്ട്രക്ചറൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. അത് ഞാൻ വേറൊരു വീഡിയോ ഇടാം കേട്ടോ, അതിന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഹൈക്കോർട്ട് വാട്ടർ മെട്രോയിൽ എത്തിയിട്ട് ഞങ്ങൾ ഓട്ടോ പിടിച്ച് ഞങ്ങൾ മെട്രോന്റെ അവിടേക്ക് പോവാണ്. മെട്രോ വിളിച്ച് ആലുവയിൽ നിന്ന് വന്നിട്ട് നമ്മൾ തൃശ്ശൂർ ബസ് വിളിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ പോയത്. അപ്പൊ നമ്മൾ തൃശ്ശൂർക്ക് ബസ് പോയത് ഈ KSRTC ബസ്സിലാണ് കേട്ടോ. എന്റെ ഈശ്വര, ഇതുപോലൊരു അവസ്ഥ നമ്മൾ ഒരിക്കലും KSRTC ബസ്സിൽ കയറുമ്പോൾ നമ്മൾ ബാക്ക് സീറ്റിൽ ഇരിക്കരുത് കേട്ടോ. ബാക്ക് സീറ്റിൽ ഇരുന്നുള്ള നമ്മൾ സ്പ്രിങ്ങിൽ നിൽക്കണ പോലെ ആയിരിക്കും നമ്മൾ പോവാ. ഞങ്ങൾ അങ്ങനെയായിരുന്നു, ഓരോ സ്റ്റോപ്പിൽ നമ്മൾ ചാടിയായിരുന്നു പോകേണ്ടിരുന്നത്. അങ്ങനെ ഫൈനലി തൃശ്ശൂർ എത്തി. അപ്പോൾ ബാക്കി സ്റ്റോപ്പുകളിലൊക്കെ അമ്മായിയും കസിൻസും ഒക്കെ ഇറങ്ങി കേട്ടോ. പിന്നെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു പോയത്. പിന്നെ അവിടുന്ന് എത്തി. പിന്നെ തൃശ്ശൂർ എത്തിയപ്പോ എന്റെ ബ്രദർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങള് വീട്ടിലേക്ക് തിരിച്ചു പോന്നു. എനിക്ക് ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു. ഞാൻ കുറെ നാളെ ഇങ്ങനെ പുറത്തേക്ക് പോയിട്ട്, അതുകൊണ്ടാന്ന് അറിയില്ല, നല്ല തലവേദന വന്നു. അപ്പൊ ഞാനൊരു എപ്പിസോഡൊക്കെ കഴിച്ച് ഒന്ന് ഉഷാറായിട്ടാണ് പോയത്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ ഇതുപോലെ വ്ളോഗുകളും കാര്യങ്ങളൊക്കെ ഇടാൻ നോക്കാം. അപ്പൊ ഇത്രയും നേരം കണ്ടിരുന്ന ആൾക്കാർക്ക് ഒരുപാട് നന്ദി. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.